നാടൻപാട്ടിലൂടെ മിമിക്രിയിലൂടെ മലയാളിയുടെ മനസ്സിൽ ചേക്കേറിയ മണിയുടെ ദീപ്തസ്മരണയ്ക്കു മുന്നിൽ ആറ്റിങ്ങൽ മാമത്ത് കെടാവിളക്ക് തെളിഞ്ഞു. കലാഭവൻ മണിയുടെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ആറ്റിങ്ങൽ മാമത്ത് തെളിഞ്ഞ കെടാവിളക്കിനി മുതൽ സമൂഹത്തിനാകമാനം വഴിവിളക്കാകും. കലാഭവൻ മണി സേവന സമിതിയുടെ നേതൃത്വത്തിൽ മാമത്ത് സംഘടിപ്പിച്ച സ്മൃതി സായാഹ്നത്തിലാണ് അദ്ദേഹത്തിന്റെ ചിരകാല സ്മരണ നിലനിർത്താൻ കെടാവിളക്ക് തെളിഞ്ഞത്. ഇത് നമ്മുടെ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപിച്ച കിടാവിളക്കാണ്. കാര്യം ഒരിക്കലും അണയാത്ത ഒരു ദീപമായി ചേട്ടൻ നമ്മളുടെ ഉള്ളിൽ കത്തി ജ്വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്ഥാപിച്ച ദീപമാണിത്. ഇത് ഭദ്രദീപം കൊളുത്തിയത് ചേട്ടന്റെ അനുജൻ രാമകൃഷ്ണ. നാടൻപാട്ടിലൂടെയും മിമിക്രിയിലൂടെയും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ മണി തുടർന്നുള്ള സിനിമാ ജീവിതത്തിൽ താരപരിവേഷമാർജിച്ചത് പൊടുന്നനെയാണ്. ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവുമാണ് വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാക്കിയത്. മണി ചാലക്കുടിക്കാർക്കെന്ന പോലെ സഹൃദയർക്കും സന്മനസ്സുള്ളവർക്കും ഒരുപോലെ ചങ്ങാതിയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹസ്വാധീനത്തിന്റെ വശ്യത അനുഭവിച്ചവർ അക്ഷരാർത്ഥത്തിൽ അത് അടിവരയിട്ട് സമ്മതിക്കും. സേവന സമിതിയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ മണിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള കിടാവിളക്കിൽ തിരിതെളിഞ്ഞതിന് പിന്നിൽ നിരവധി ഉദ്ദേശലക്ഷ്യങ്ങളാണുള്ളതെന്ന് സമിതി പ്രസിഡന്റ് അജിൽ മണിമുത്ത് അഭിപ്രായപ്പെട്ടു. കാരണം ചേട്ടൻ എപ്പോഴും നമ്മളോടൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ഇന്ന ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം കേരളത്തിലുള്ള 14 ജില്ലയിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമൂഹ വിവാഹങ്ങൾ, അതുപോലെ തന്നെ ദേവാലയം പോലെയുള്ള അച്ഛനമ്മമാർ താമസിക്കുന്ന സ്ഥലമാണ് ദേവാലയം എന്ന് പറയാറുണ്ട്. അപ്പോഴങ്ങനെ നമുക്ക് മനസ്സിലിപ്പോൾ നമ്മളിപ്പം കാര്യം പറഞ്ഞാണ് ഒരു ദേവാലയം. കാര്യം ദേവാലയം എന്ന് ഉദ്ദേശിക്കുന്നത് മണിച്ചേട്ടനെ പൂജിക്കാനുള്ള ദേവാലയം എന്നുള്ളതല്ല, ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള ദേവാലയം. അന്നദാനം, ചികിത്സാനുകൂല്യം, സമൂഹ വിവാഹം, പഠനോപകരണ വിതരണം തുടങ്ങി ആവശ്യം വേണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് മുന്നേറുന്ന സംഘടന മണിയുടെ അകാല വിയോഗത്തിൽ കൂടുതൽ കർമ്മനിരതമാവുകയാണ്. പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തുമാത്രം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ചെയ്യുമെന്ന് ഈ ഒരു അവസരത്തിൽ ഉറപ്പു തരുന്നു. മണിയുടെ നാമധേയത്തിൽ മാമം കേന്ദ്രീകരിച്ചൊരു ദേവാലയം തന്നെ നിർമ്മിക്കുവാൻ ഒരുമ്പെടുകയാണ് കലാഭവൻ സേവന സമിതി എന്ന സംഘടന. ദേവാലയം എന്ന പേരിനെ അന്വർത്ഥമാക്കി നിരവധി അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുവാനാണ് പദ്ധതി. ഇവിടെ വയോധികർക്കുള്ള പുനരധിവാസത്തിനാകും പ്രാമുഖ്യം. മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് സിനിമാ നിർമ്മാതാവ് സൂരജ് മേനോൻ 4 ലക്ഷം രൂപ നൽകും. അനാഥ കുട്ടികളെ അവിടെ പഠിപ്പിക്കൽ, അല്ലെങ്കിൽ റോട്ടിൽ അലഞ്ഞു തിരിയുന്ന അന്തേവാസികളെ അവർക്ക് വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ ഒരു ദേവാലയം അത് ചേട്ടന്റെ മനസ്സിൽ കിടന്നതാണ്. അതെന്തായാലും ഞങ്ങളെ കൊണ്ട് ഇപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കിടാവിളക്കിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ നമ്മൾ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി പുള്ളിയുടെ സുഹൃത്തും ചേട്ടന്റെ സുഹൃത്തുമായ ലാസ്റ്റ് പടം ഏപ്രിൽ റിലീസാകാൻ പോകുന്ന പടത്തിന്റെ പ്രൊഡ്യൂസറുമായ സൂരജ് എസ് മേനോൻ 4 ലക്ഷം രൂപ നമുക്ക് അതിന്റെ ആ ദേവാലയം പണിയാൻ വേണ്ടിയിട്ട് തരാമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളിഞ്ഞ് മുടങ്ങാതെ അതിന്റെ ചേട്ടൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, ചേട്ടൻ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ കാര്യങ്ങൾ അതൊക്കെ നമുക്കറിയാവുന്നതാണ്. കാരണം ചേട്ടൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ചെയ്താൽ എത്തത്തില്ല. കാര്യം അത്രമാത്രം നന്മ ചെയ്തിട്ടുള്ള, മലയാളത്തിലല്ല ഇന്ത്യ സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എടുത്ത് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് കലാഭവൻ മണി. എന്തായാലും ആ വ്യക്തിയുടെ പേരിൽ ജീവനോടെ ഇരുന്നപ്പോൾ ആ വ്യക്തി തുടങ്ങിവെച്ച സംഘടനയിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പൊതുസ്വീകാര്യതയും സർവ്വസമ്മതിയും ആർജിക്കുമ്പോഴും മണിയുടെ നിഷ്കളങ്കതയ്ക്ക് മാറ്റമുണ്ടാവില്ല. പ്രശസ്തിയും പ്രതാപവും സമ്പദ് സമൃദ്ധിയും മണിയെ തെല്ലും മാനസാന്തരപ്പെടുത്തിയിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, വിസ്മയ.